എന്തൊക്കെയാണ് നമ്മളെ സ്വന്തം അമേരിക്കയിൽ നടക്കുന്നത്? ലോകത്തിലെ ഏറ്റവും സേഫ്റ്റി ഉള്ള രാജ്യം, ലോകത്തിലെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ളതെന്ന് അവർ പറയുന്ന, അതുപോലെ ഇന്റലിജൻസ് വിഭാഗം പ്രവർത്തിക്കുന്ന, ഏറ്റവും വലിയ പോലീസുള്ള, ഏറ്റവും വലിയ സേനയുള്ള, ഏറ്റവും വലിയ സുരക്ഷ ഉറപ്പാക്കുന്ന രാജ്യത്തെ, ആ രാജ്യത്തിന്റെ സ്വന്തം സയന്റിസ്റ്റുകളെ അല്ലെങ്കിൽ എഞ്ചിനീയർമാരെ, ന്യൂക്ലിയർ ആയിട്ട് ബന്ധപ്പെട്ട, എയറോസ്പേസുമായിട്ട് ബന്ധപ്പെട്ട, നാസയുമായിട്ട് ബന്ധപ്പെട്ട ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയർമാരെയും ശാസ്ത്രജ്ഞന്മാരെയും കാണാതായിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ആരായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2016 മുതൽ 2016-18 മുതൽ ഇങ്ങോട്ടേക്ക് ഒരു 20ഓളം ഒരു ലൈൻ ഓഫ് ഇതിൽ നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ, നാസയുടെ ന്യൂക്ലിയർ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട്, നാസയുടെ എയറോസ്പേസ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സീനിയർ ലെവലിലുള്ള സയന്റിസ്റ്റുകളെയും എഞ്ചിനീയർമാരെയും മിസ്സിംഗ് കേസുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. FBI ഇപ്പോഴാണ് ഇതിനെപ്പറ്റി ജാഗരൂകരായി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ അമേരിക്ക പോലൊരു രാജ്യത്ത് കയറി അവരുടെ ശാസ്ത്രജ്ഞന്മാരെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുപോകാൻ മാത്രം ശക്തിയും പ്രാപ്തിയും ബുദ്ധിയും കഴിവും തൻ്റെ ഇടവുമുള്ള വേറെ ഏത് സേനയാണ് ലോകത്തുള്ളത്? മൊസാദ് ആയിരിക്കുമോ? ഇസ്രായേൽ ആയിരിക്കുമോ? ആർക്കറിയാം? ഒരു ഐഡിയ ഇല്ല. കാരണം അമേരിക്കയിൽ കയറിക്കൊണ്ട് അമേരിക്കയുടെ ശാസ്ത്രജ്ഞന്മാരെ പൊക്കണമെങ്കിൽ, അതായത് ഇതിലൊക്കെ ഒരു ലിങ്ക് കാണുന്നതെന്ന് വെച്ചാൽ, ഇവർ പോയ ആൾക്കാർ ആരുടെ കയ്യിലും അവരുടെ ഫോണ് അവരെടുത്തിട്ടില്ല, അവരൊരു മെസ്സേജ് ആർക്കും അയച്ചിട്ടില്ല, ഞാൻ പോകുകയാണ് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് വരികയാണെന്ന് ഒന്നും പറഞ്ഞിട്ട്. ഇവരുടെ ലാസ്റ്റുള്ള കോണ്ടാക്ട് നോക്കുമ്പോൾ നോർമലായി സ്വാഭാവികമായിട്ടുള്ള ജീവിത രീതികളിൽ നിന്നുകൊണ്ടാണ്. പെട്ടെന്നൊരു ദിവസമാണ് നടക്കാൻ പോയ ആളെ കാണാനില്ല, അല്ലെങ്കിൽ ഗ്രോസറിയിലേക്ക് സാധനം വാങ്ങാൻ പോയ സയന്റിസ്റ്റിനെ കാണാനില്ല, അല്ലെങ്കിൽ അദ്ദേഹം വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയ സ്ഥലത്ത് നിന്ന് അവരെ ട്രാക്ക് ചെയ്തുകൊണ്ട് മിസ്സായിരിക്കുകയാണ്. അതുമാത്രമല്ല, മിസ്സായവരിൽ ഇപ്പോൾ 14 പേരോളം മരണപ്പെട്ടു കഴിഞ്ഞു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഫോട്ടോയിലുള്ള സയന്റിസ്റ്റ്, ഈ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ ബോഡി കിട്ടിയിരിക്കുന്നത് അദ്ദേഹം യൂസ് ചെയ്തിരുന്ന ടെസ്ല കാറിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കാറും അദ്ദേഹത്തെയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ സയന്റിസ്റ്റുകളുടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂക്ലിയർ എഞ്ചിനീയർമാരുടെ ഒക്കെ എന്ത് രഹസ്യം അവരിൽ നിന്ന് കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അമേരിക്കയെ തകർക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി അവരെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രം പ്രാപ്തിയുള്ള വേറൊരു രാജ്യമോ വേറൊരു സംഘടനയോ ലോകത്തുണ്ടോ? ഐ എം കൺഫ്യൂസ്.